ആദ്യ OTT അപ്ഡേറ്റ് പ്രഭാസിന്റെ ദ രാജാ സാബ് എന്ന് പറഞ്ഞ സിനിമേൻ്റെ തന്നെയാണ്. പടത്തിന്റെ എക്സ്റ്റെൻഡഡ് കട്ട്, പടം തിയേറ്ററുകളിൽ ഉൾപ്പെടുത്താത്ത ഒരുപാട് സീൻസ് പടത്തിന്റെ OTT വരുന്നതാണ്. അപ്പം എന്തായാലും പടം ട്രോളാനായിട്ട് ഡബിൾ ഇരട്ടി ആയിട്ടുണ്ട്. എന്തായാലും പടത്തിന്റെ റിലീസ് ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം പകർപ്പിലായിട്ടായിരിക്കും പടം OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ സിനിമേൻ്റെ ഡിജിറ്റൽ പ്രീമിയറിനായിട്ട് ഫെബ്രുവരി മാസം 6-ാം തീയതി. അടുത്ത OTT അപ്ഡേറ്റ് അജിത് അണ്ണൻ്റെ എക്കാലത്തെയും മികച്ച സിനിമയാണ് അട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ റീമാസ്റ്റേഡ് 4K വേർഷന് ഇന്ന് അർദ്ധരാത്രി മുതൽ സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ് ഫെബ്രുവരി മാസം 6-ാം തീയതി. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് അജിത് അണ്ണൻ്റെ ഈ ഒരു സിനിമയ്ക്കായിട്ട്. എന്തായാലും പടം സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സിംപ്ലി സൗത്ത് വഴിയായിരിക്കും, അതും തമിഴ് പകർപ്പിലായിട്ട് നമ്മുടെ റീമാസ്റ്റേഡ് വേർഷനായ അട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ. കാത്തിരിക്കാൻ നമുക്ക് അജിത് അണ്ണൻ്റെ എക്കാലത്തെയും മികച്ച സിനിമയായ അട്ടഹാസം സിനിമേൻ്റെ റീറിലീസിനായിട്ട്. അടുത്തൊരു ഹിന്ദി സിനിമേൻ്റെ തന്നെയാണ്. പടത്തിൽ നായികയുടെ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ സണ്ണി ലിയോൺ ആണ്. എന്തായാലും കെനഡി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ZEE5 പടം സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. ഹിന്ദി പകർപ്പിൽ മാത്രമായിട്ടല്ല, ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിട്ട് 2 ലാംഗ്വേജിലായിട്ടായിരിക്കും ZEE5 സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. സിനിമ ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് OTT റിലീസിന് കൈമാറുന്നത്. നമ്മുടെ ZEE5 സണ്ണി ലിയോൺ അഭിനയിച്ച കെനഡി എന്ന് പറഞ്ഞ സിനിമ. കാത്തിരിക്കുന്ന നമുക്ക് നമ്മുടെ സണ്ണി ലിയോണിൻ്റെ കെനഡി എന്ന സിനിമേൻ്റെ OTT റിലീസിനായിട്ട് ഫെബ്രുവരി മാസം 20-ാം തീയതി ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിട്ട്. മറ്റൊരു മലയാള സിനിമേൻ്റെ തന്നെയാണ്. ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് ചിത്രം OTT റിലീസിന് കൈമാറുന്നത്. നമ്മുടെ മിണ്ടിയും പറഞ്ഞും എന്ന് പറഞ്ഞ സിനിമ. ഉണ്ണി മുകുന്ദൻ അതുപോലെ തന്നെ അപർണ ബാലമുരളി അഭിനയിച്ച സിനിമയും കൂടിയാണിത്. സൺനെക്സ്റ്റ് ആണ് ചിത്രത്തിന്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. പടം തിയേറ്ററുകളിൽ വൻ ഫ്ലോപ്പാണ്, പരാജയമായിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പല തിയേറ്ററുകളിലും സിനിമ വാനിഷ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫെബ്രുവരി മാസം 6-ാം തീയതി മുതൽ നമ്മുടെ സൺനെക്സ്റ്റ് വഴി സിനിമ അവൈലബിൾ ആണ്, മലയാളം പകർപ്പിൽ മാത്രമായിട്ട്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ OTT റിലീസിനായിട്ട്. മറ്റൊരു സിനിമയാണ് ലക്കി എന്ന് പറഞ്ഞൊരു സീരീസാണ്, തമിഴ് സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ആ സിനിമേൻ്റെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി പകർപ്പിലായിട്ടായിരിക്കും നമ്മുടെ GV പ്രകാശ്, അൻസരാജ് അഭിനയിച്ച ഈ ഒരു കൊച്ചു സീരീസ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ. ലക്കി, കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു ലക്കി എന്ന് പറഞ്ഞ സീരീസിനായിട്ട് ഫെബ്രുവരി മാസം 20-ാം തീയതി. അടുത്ത OTT അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസിന് വന്ന മാത്യു തോമസിൻ്റെ സിനിമയാണ് നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ OTT അവകാശം അങ്ങനെ വിറ്റുപോയിരിക്കുകയാണ്. പടത്തിൻ്റെ OTT സ്ട്രീമിംഗ് അവകാശം നമ്മുടെ ZEE5 ആണ് മേടിച്ചിരിക്കുന്നത്. ZEE5 മലയാളം. എന്തായാലും ടെലിവിഷൻ പ്രീമിയർ അപ്പോൾ കേരളത്തിലായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും പടത്തിൻ്റെ OTT റിലീസ് ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്, മലയാളം പകർപ്പിലായിട്ട്. എന്തായാലും കാത്തിരിക്കും നമുക്ക് ZEE5 നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമേൻ്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ നിവിൻ പോളിയുടെ ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമേൻ്റെ തന്നെയാണ്. പടം അങ്ങനെ വേഗം തന്നെ OTT റിലീസിൽ കൈമാറുകയാണ്. സിനിമ തിയേറ്ററുകളിൽ വലിയൊരു ഫ്ലോപ്പിലോട്ട് പോവുകയാണ്. നമ്മുടെ മാജിക് ഫ്രെയിംസ് നിർമ്മിച്ച ബേബി ഗേൾ. പടത്തിൻ്റെ OTT അവകാശം സോണിയിലുമാണ് മേടിച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസം 12-ാം തീയതിയാണ് പടം ഈ വർഷം OTT റിലീസിന് പോകുന്നത്. ഈ മാസം മലയാളത്തിലും തെലുങ്കിലും തമിഴിലും കന്നഡയിലും ഡബ് ചെയ്തിട്ടായിരിക്കും ബേബി ഗേൾ സോണിയിൽ വഴി OTT റിലീസിന് പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ബേബി ഗേൾ സിനിമേൻ്റെ OTT റിലീസിനായിട്ട് ഫെബ്രുവരി മാസം 12-ാം തീയതി. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ പരാശക്തി എന്ന് പറഞ്ഞ തമിഴ് സിനിമേൻ്റെ തന്നെയാണ്. നമ്മുടെ ശിവകാർത്തികേയൻ, രവി മോഹൻ, അഥർവ, ശ്രീലീല എന്നിവർ അഭിനയിച്ച തമിഴ് സിനിമയാണിത്. പടത്തിന്റെ OTT അവകാശം ZEE5 ആണ് മേടിച്ചിരിക്കുന്നത്. ZEE5 സിനിമ ഈ വരുന്ന ഫെബ്രുവരി മാസം 7-ാം തീയതി മുതലാണ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് മൾട്ടിപ്പിൾ ലാംഗ്വേജസിലായിട്ട്. കാത്തിരിക്കുന്ന നമുക്ക് നമ്മുടെ പരാശക്തി എന്ന സിനിമേൻ്റെ OTT റിലീസിനായിട്ട്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ.